റാംബോ പറ ശരിക്കും റാംബോ പറ. അല്ല ഇന്ന് രാവിലെ ഉസ്മാനായിട്ട് ചെറിയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ സമയത്ത് ഒരു പോലെ ഉണ്ടായിരുന്നു അമ്പത്തൂരിന്റെ സൈഡിൽ. ഞാൻ എന്നിട്ട് പറയാം ഷെയ്ഖെ, നമ്മുടെ സൈഡിൽ നിന്ന് ഞാൻ പറയാം. ഇത് ഈ ഉസ്മാന്റെ സിറ്റുവേഷനെ പറ്റിയാണ് പറയണത്. ഞാൻ വേറെ അത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ എനിക്ക് അറിയത്തില്ല. ഞാൻ ഉസ്മാന്റെ സിറ്റുവേഷനാണ് പറയുന്നത്. ഉസ്മാന്റെ സിറ്റുവേഷൻ ടിവിയുടെ സൈഡിൽ നിന്ന് അമ്പത്തൂരിന്റെ സൈഡിൽ നിന്ന് വന്ന ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാനിപ്പോ അതിനെ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കിയതേ ഉള്ളൂ. അത് എനിക്കാണെങ്കിലും അത് കണ്ടപ്പോ എനിക്കൊരു 7266 തോന്നിയത്. അതുകൊണ്ട് അത് ഇന്നലെ നിങ്ങൾ അവിടെ നിന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ വാറും ഇന്നലത്തെ വാറിന്റെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിന്റെ ഒരു രീതിയിൽ വന്ന് ഇവന്റെ സൈഡിൽ നിന്ന് പിന്നെ നിങ്ങളുടെ ഗ്യാങ് വണ്ടി എടുത്തതും ശരിയായിട്ടുള്ള കാര്യമല്ല. അത് ടിവിയുടെ സൈഡിൽ നിന്ന് അമ്പത്തൂരിന്റെ സൈഡിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്ക് ആണ്. ആ കാര്യം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് ഇത് പറഞ്ഞ് ഇവരുടെ സംസാരിച്ച് ഇപ്പൊ ഇതാക്കിയതേ ഉള്ളൂ. എന്നിട്ട് നിങ്ങളോട് സംസാരിക്കാന്നുള്ള രീതിയിലായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വേറെന്തോ സിറ്റുവേഷൻ ട്രിഗർ ആയെന്നാണ് ഇവര് പറയുന്നത്. ആ സിറ്റുവേഷൻ എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റിയാണെന്ന് തോന്നുന്നു ഷെയ്ഖ് ഇപ്പൊ എന്നെ വിളിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞത്. അതെ അതെ, അത് റാംബോ മുതുക്കുന്ന വണ്ടി കൊണ്ട് പോയപ്പം ഡെസ്ട്രോ ഫയർ ചെയ്തു എന്നാ പറഞ്ഞത്. എന്താന്നത് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാടാ അണ്ണാ, ഞാൻ പറഞ്ഞുതരാം. നമ്മള് വണ്ടി ഇടിച്ചായിരുന്നു മുതുക്ക് ഓഷ്യൻ ഹൈവേ പോകുന്ന വഴി. അപ്പം ബൈക്കിലായിരുന്നു പോയത്. അതിനു മുമ്പ് എന്തായിരുന്നു ബ്രോ പറ? എന്താണ് എന്താ പറഞ്ഞ ബ്രോ പറഞ്ഞു? ബ്രോ അല്ല അണ്ണാ, പുള്ളിക്കാരൻ പറയട്ടെ. ഞാൻ മുതുക്കി പോയി. എൻ്റെ കൂടെ ഒരു സിറ്റിസൺ ഒരു പയ്യനായിട്ടായിരുന്നത്. ഞാൻ മുതുക്കി പോയി വണ്ടി ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവർ വന്നിട്ട് പറഞ്ഞ് വണ്ടി കൊള്ളാലോ, എന്തോന്ന് ബിഗ് ഫാൻ, ഇങ്ങനെ ഒരു കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു. അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. എനിക്ക് മനസ്സിലായി ഇവരാണെന്ന് മനസ്സിലായി. ഞാൻ ഒന്നും മിണ്ടാതിരുന്നതിന് ശേഷം അതിനുശേഷം തീട്ടോന്ന് വിളിച്ച്, അതിനുശേഷം തീട്ടോന്ന് എന്തോ തീട്ടം മണക്കണം ഇങ്ങനെ ഇത് 2-3 തവണ റിപ്പീറ്റ് ചെയ്ത്. എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. അവിടെ വെച്ച് ഞാൻ ഈ സിറ്റുവേഷൻ വിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ അഫ്കൊന്നും അല്ലായിരുന്നു, ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ ഇത് കണ്ടുകൊണ്ട് തന്നെ ഇരുന്നത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു വേറെ സിറ്റുവേഷൻ എടുക്കണ്ട, കാരണം നാളെ ഗ്യാങ് ഹൗസ് റിവീലിംഗ് ആണ്. അതിൻ്റെ ഇടയിൽ എല്ലാ ഗ്യാങ്ങിലും പോയി വിളിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയത്. വീണ്ടും അതിനുശേഷം അവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്ക് വീണ്ടും കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചത് കൊണ്ടാണ് അവിടെ വെച്ച് തിരിച്ചും സംസാരിച്ചപ്പോഴത്തേക്ക് ഒന്നും കാര്യം ഇങ്ങനെ പറഞ്ഞു. അതും ടി വി ആണെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. ഇവർ വേറെ എന്തോ പേരൊക്കെയാണ് പറഞ്ഞത്. ഇത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവൻ വാണിംഗ് ഫയർ വെച്ചിട്ട് വണ്ടിയിൽ ഫയർ ചെയ്ത്. എന്നിട്ടും എൻ്റെ ഇതിലാണ് ഞാൻ അത് അവിടെ നിന്ന് വിട്ടുപോയത്. ചുമ്മാ ഇങ്ങോട്ട് സിറ്റുവേഷൻ എടുക്കാൻ തന്നെ ഇവർക്ക്, എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് തന്നെ ഒരു നാണോ ഇല്ലേ? അണ്ണാ, ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ. അല്ലല്ല, ഞാൻ ഉസ്മാന്റെ കേസ് പോലും ഞാൻ ചോദിക്കാനോ അല്ലെങ്കിൽ എനിക്ക് അവിടെ വെച്ചാൽ സംസാരിക്കാം അതുപോലും ഞാൻ സംസാരിച്ചില്ല. നാളെ ഗ്യാങ് ഹൗസ് റിവ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് ഒന്നും സംസാരിക്കാത്തത്. വീണ്ടും 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 എന്താ എപ്പോഴും ഇവർക്ക് എന്താ അല്ല ഇവരെ ഇത് ചോദിച്ചു നോക്കി. ഇവരെ POV അണ്ണാ, ഞാൻ പറയട്ടെ. നമ്മള് പോയി സംസാരിച്ച് അപ്പൊ റാംബോ ഒന്നും നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ലല്ല, വെയിറ്റ് ചെയ്യണം അണ്ണാ, വെയിറ്റ് പറയുന്നതിന് മുമ്പ് റാംബോ അല്ല, ഇത് എന്റെ ഗ്യാങ്. ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്ത് ഇവന്മാരും നിൽക്കൂല. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്രേ ഉള്ളൂ റാംബോ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. റാംബോ പറയണ കാര്യം മനസ്സിലാക്ക്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ഈ സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കാൻ പറഞ്ഞാൽ ഇവിടെ ഡ്രോപ്പ് ആവും. ഇത് ഞാൻ പറയണത് ഇത്രേ ഉള്ളൂ. നമുക്ക് സിറ്റുവേഷൻ എടുക്കാൻ അത്രയ്ക്കും ബുദ്ധിമുട്ടി നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉസ്മാന്റെ കാര്യം പറഞ്ഞിട്ട് എന്റെ മെമ്പറിനെ എനിക്ക് കൺവേർട്ട് ചെയ്ത് മറ്റേ ഇതാക്കിക്കൂടെ? അവൻ അങ്ങനെ പറഞ്ഞതല്ല, അവർക്ക് തമാശക്ക് പറഞ്ഞതെന്ന് പറഞ്ഞ് ഇതാക്കിക്കൂടെ? സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാ റാംബോ. നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാ. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തോടെ നമുക്ക് ഈ 3 ദിവസം കൂടുമ്പോ വാർ എടുക്കാന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞങ്ങൾക്കില്ല. അത് ഒരാൾക്ക് മാത്രം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ 2 പേർക്ക് ഗ്യാങ്ങിൽ ഒരു 20 പേർക്കോ അല്ലെങ്കിൽ ഒരു 10 പേർക്കോ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അത് എല്ലാവർക്കും തോന്നണ്ടേ? എല്ലാവർക്കും അത് തോന്നണ്ടേ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അമ്പത്തൂരൊക്കെ എന്തിനാ ഉസ്മാന്റെ അടുത്തൊക്കെ പോയി സിറ്റുവേഷൻ എടുക്കുന്നത്? റാംബോ, ഞാനൊരു കാര്യം റാംബോ അടുത്ത് പറഞ്ഞോട്ടെ. റാംബോയുടെ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന മൊത്തം അമ്മമാർക്ക് എന്നെ ഇഷ്ടമാണെന്ന് റാംബോയ്ക്ക് തോന്നുന്നു. ഇല്ല, പക്ഷെ ആരെങ്കിലും TV എടുത്ത് അങ്ങോട്ട് ഇപ്പം ഞാൻ പറഞ്ഞോട്ടെ സെയിം ഇതുപോലെ തന്നെയാണ്. 40 മെമ്പേഴ്സിനെയും എല്ലാവരെയും ഇഷ്ടപ്പെടുത്തി നിർത്താൻ പറ്റത്തില്ല റാംബോ. അപ്പൊ സിറ്റുവേഷൻസ് വരും. അപ്പൊ നിങ്ങൾ ഇതുപോലെ വന്ന് സംസാരിക്കുക. നിങ്ങൾക്ക് അത് കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് മാത്രം നടക്കുള്ളൂ റാംബോ. ഇവിടെ ഇത് ഗ്യാങ് കളിക്കുമ്പോ അങ്ങനെ തന്നെയാണ് റാംബോ ഇവിടെ പൊക്കോണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, അടിയാക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ടോണിലും ഞാൻ എന്റെ ഇങ്ങനെ സംസാരിക്കാറില്ല റാംബോ. അടിയാക്കാനാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളെ കഴിഞ്ഞ സിറ്റുവേഷൻ പോലെ നമ്മൾ അങ്ങനെ സംസാരിച്ചത് വാറാക്കി തീർക്കാന്നുള്ള രീതിയിൽ നിൽക്കുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ ഡെയിലി ഇതെടുക്കാനുള്ള താല്പര്യം നമുക്കില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ അൺവാണ്ടഡ് ആയിട്ടൊരു സിറ്റുവേഷൻ നമ്മുടെ സൈഡിൽ നിന്ന് വന്നുകൊണ്ട് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ
അപ്പൊ കുറച്ചു മുമ്പ് ശരി ഉസ്മാന്റെ സിറ്റുവേഷൻ നിങ്ങൾ പറഞ്ഞു അതിനുള്ള ഇത് പറഞ്ഞു കുറച്ചു മുമ്പുള്ള വാസണ്ണ. സിറ്റുവേഷൻ വെറുതെ ഒരു കാര്യം ഇല്ല ഞാൻ പറയട്ടെ, ഇല്ല ഞാൻ ഒന്ന് പറയട്ടെ. റാംബോടെ ഇത് മാത്രമല്ല കേട്ടോളൂ. ഇനി വാസണ്ണ, നമ്മള് വണ്ടി എടുത്ത് പോയി സംസാരിച്ച് പുള്ളിക്ക് വരെ ഒരു അക്ഷരം മിണ്ടിയില്ല. അവസാനം വണ്ടി എടുക്കാൻ പോയപ്പം ഡസ്റ്റർ പറഞ്ഞ് തീട്ടോന്ന്. എന്നിട്ട് പുള്ളിക്കാരെ അപ്പൊ ഒന്നും മിണ്ടില്ല, മിണ്ടാതിരുന്ന്. അതെന്ത്? നമ്മളാരെങ്കിലും തീട്ടോന്ന് വിളിച്ചാൽ നമ്മൾ സംസാരിക്കുമായിരുന്നു. ബ്രോ എന്തൊന്നും മിണ്ടിയില്ലേ? ഞാൻ മിണ്ടിയില്ല. അതെ, എന്തുകൊണ്ട് നമ്മളാരെങ്കിലും വിളിച്ചാൽ നമ്മൾ സംസാരിക്കും. അല്ല ഇല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, ഗ്യാങ് ഡ്രസ്സും അല്ല ഒന്നുമല്ല. പുള്ളിക്കാരൻ നമ്മളാന്നൊന്നും അറിയത്തില്ല. നമ്മളെ പേരറിയാവോ? ഇല്ല. പിന്നെ അറിയാവോ? ഇവര് വേറെ പേരാ പറഞ്ഞത്. അവൻ ടി വി ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇങ്ങോട്ട് സിറ്റുവേഷൻ എത്ര ഇവിടെ ഉമ്മാരെ എടുത്തിട്ടുള്ള എന്നാ എന്റെ പേരൊന്ന് പറയാൻ പറട്ടാ. അങ്ങനെയാണ് എന്റെ ഒരു പേര് പറയാൻ പറ. ഡെസ്ട്രോ അല്ലേ ഇവിടെ വന്നത്? ഡെസ്ട്രോ അല്ലേ? അറിയാം. എങ്ങനെ അറിഞ്ഞു ബ്രോ? എങ്ങനെ അറിഞ്ഞു ബ്രോ? അത് ആണ്. പക്ഷെ ബ്രോ എങ്ങനെ അറിഞ്ഞു? റാംബോ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. സൗണ്ട് വെച്ച് ഇവിടെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു റൂൾ ഉണ്ട്. സൗണ്ട് വെച്ച് ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഒരാളുടെ ഐഡന്റിറ്റി ബാക്കിയുള്ള ഇത് വെച്ചിട്ടോ നിങ്ങൾക്ക് ചോദിക്കണം. അല്ലെ അവന്റെ വായിന്ന് പറയണം അവനാണ് ഇതെന്ന്. ഇതാണ് ഇവിടുത്തെ ബേസിക് റൂൾ. ഇവിടുത്തെ നല്ല എല്ലായിടത്തെയും ബേസിക് റൂൾ ഇതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് ഞാൻ പറയട്ടെ റാംബോ, ഞാൻ റാംബോയെ കളിയാക്കുമല്ല. എനിക്കറിയാം നിങ്ങൾ ഇതിനകത്ത് പുതിയതാണെന്ന്. ഇതിൽ കുറെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഈ പറയണത് പോലെ ഒന്നെങ്കിൽ ഗ്യാങ് ഡ്രസ് ആയിരിക്കണം, അല്ലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ പറയണം ഞാൻ ഇന്ന ഫാമിലിയാണ്, അല്ലെങ്കിൽ ഇന്ന ഫാമിലി ഗ്യാങ് ഡ്രസ് ആണ്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഈ ഗ്യാങ് ഡ്രസ് ഇട്ടാണ് വന്നേക്കുന്നതെങ്കിൽ റാംബോയ്ക്ക് ഷെയ്ക്കിനോ എന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ ടി വിയിൽ ഉണ്ടായിരുന്നല്ലോ. ഒരു മിനിറ്റ്, ഇത് ഒന്നാമത്തെ വെച്ചാല് ഇത് ഡെസ്പ്രോ മാത്രമാണല്ലോ ഈ മുടി കാര്യമായിട്ട് ബാക്കിൽ കെട്ടി നിൽക്കുന്നത്. അല്ല, അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല. അതുമല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒറ്റ സെക്കൻഡ് അണ്ണാ വാസണ്ണ. ഇല്ല പറ്റില്ല. ഇല്ല അണ്ണാ അങ്ങനെ ഉണ്ട്. സീരിയസ് ആയിട്ട് അങ്ങനെ ഉണ്ട്. അണ്ണാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അണ്ണാ. ഇപ്പം പുള്ളിക്കാരൻ തീട്ടോന്ന് വിളിച്ചു പറഞ്ഞു വന്നെന്ന് പറഞ്ഞില്ലേ? നമ്മള് വണ്ടി ഇടിച്ച സമയത്ത് പുള്ളിക്കാരൻ വന്ന് എങ്ങനെ സംസാരിച്ചെന്ന് അറിയാവോ? ബ്രോ എന്ത് പറ്റി വണ്ടി ഇടിച്ചു എന്ന് എന്നിട്ട് പറയണോ ബ്രോ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞപ്പോഴാ എന്നാ നടന്നു പോവാൻ. പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിച്ച എന്നെ എന്തിനും തീട്ടോന്നും വിളിച്ചെന്നൊന്നും പറഞ്ഞോണ്ട് വന്നില്ല. ആ ബ്രോയ്ക്ക് പറഞ്ഞൂടെ? എന്തിനാ ബ്രോ അവിടെ വെച്ച് എന്ത് സംസാരിച്ചെന്ന് പറഞ്ഞൂടെ? നമ്മളാണെ സംസാരിക്കും സ്പോട്ടി. ബ്രോനെ പോലെ മിണ്ടാണ്ടിരിക്കൂല, നമ്മള് സംസാരിക്കും. ഇനി മിണ്ടാടാ കേട്ടാ. ഇനി മിണ്ടിക്കോ ബ്രോ, മിണ്ടിക്കോ. നമ്മള് മിണ്ടും. മിണ്ടിക്കോ. മിണ്ടിക്കോ. പിന്നെ ബ്രോ ഫാമിലിനെ പറ്റിയൊന്നും പറയല് ബ്രോ. ഫാമിലിനെ പറ്റിയൊന്നും ചോദിച്ചിട്ട് പോലും ഇല്ല. പേരും ചോദിച്ചിട്ടില്ല ബ്രോ, പേരും ചോദിച്ചിട്ടില്ല. പിന്നെ ലീഡ് ഇല്ല. ബ്രോയുടെ കൂടെ ഇരുന്നില്ല ഒരു പുള്ളിക്കാരൻ, ഗ്യാങ് ഇല്ലെന്ന് പറഞ്ഞില്ലേ? പുള്ളിക്കാരനാ ചോദിച്ചത്. അപ്പളാ പറയുന്നത് സുധീശൻ എന്ന്. ബ്രോ അല്ല ചോദിച്ച, ഒരു ഗ്യാങ് മെമ്പർ പോലും അല്ല പുള്ളിക്കാരൻ. വണ്ടി ഓടിച്ചടക്കുമായിരുന്നു. അതെ ബ്രോ അതിന്റെ അകത്തൊന്നും മിണ്ടിയില്ലായിരുന്നു. അത് നമ്മൾ ബ്രോ ഇതിൽ ഞങ്ങൾ ആരുടെ ഞാൻ പറയാം, നിങ്ങളുടെ ഫ്രണ്ട്ലി ആവാൻ ഒന്നും നമുക്ക് വേണ്ട. എന്റെ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. റാംബോ, ഇന്നലത്തെ സിറ്റുവേഷൻ ടിവിയുടെ സൈഡിൽ നിന്ന് അൺവാണ്ടഡ് ആയിട്ട് അമ്പത്തൂര് വന്ന് ട്രിഗർ ചെയ്ത ഒരു സിറ്റുവേഷനാണ്. അതിന് കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ല. പിന്നെ നിങ്ങൾക്ക് അടിച്ചേ പറ്റൂ എന്നാണെങ്കിൽ നമുക്ക് അടിക്കാം. മനസ്സിലായ? സോൾവ് ഒന്നും എനിക്കില്ല. നിങ്ങൾക്ക് അടിക്കണോ അടിക്കാം. അതിന്റെ അപ്പുറത്തോട്ട് ഞങ്ങൾക്ക് വേറെ ഫ്രണ്ട്ലി അങ്ങനെ ഇതൊന്നും ഇല്ല. ഞങ്ങളുടെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് നമ്മുടെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ആണെന്ന് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു. ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യാൻ റെഡിയാണ്, ഇതാക്കാൻ റെഡിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾക്ക് ആ സിറ്റുവേഷൻ വെറുതെ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ എടുക്കാനായിട്ട് താല്പര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് തിരിച്ച് ചോദിക്കണോ അടിക്കണോ എന്നുണ്ടെങ്കിൽ നമുക്ക് അടിക്കാം. ബാക്കി പറഞ്ഞു. ഇല്ല ബ്രോ നിങ്ങൾ അഡ്മിറ്റ് ചെയ്തല്ല, അത് തന്നെ വലിയ കാര്യം. എനിക്ക് മനസ്സിലായി. ബ്രോ ഒരു കാര്യം പറയാം. അമ്പത്തൂരിന്റെ സിറ്റുവേഷൻ ആട്ടോ പറയുന്നത്. അമ്പത്തൂരിന്റെ സിറ്റുവേഷനാ പറയുന്നത്. അമ്പത്തൂരിന്റെ സിറ്റുവേഷൻ അൺവാണ്ടഡ് ആണ്. ഉസ്മാനെ ചൊറിയേണ്ട ഒരാവശ്യം. അതുമല്ലേ അവൻ അവന്റേതായിട്ടുള്ള കാര്യങ്ങൾ ആർപ്പ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്ന ഒരു പയ്യനും കൂടെ. ആ റെസ്പെക്ട് എനിക്കും ഉണ്ട് അവനോട്. അതുകൊണ്ട് അവനെ പോയി അൺവാണ്ടഡ് ആയിട്ട് ട്രിഗർ ചെയ്തതും സംസാരിച്ചതും മോശമാണെന്ന് തന്നെ ഞാൻ ഇത്ര നേരം ഇവരോട് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൽ എനിക്കൊരു
ബോസ് ബ്രോ അതല്ല ഉസ്മാന്റെ അവൻ അവന്റെ സ്വന്തമായിട്ട് പറഞ്ഞാണ് ഷേക്ക് അതായത് ഉസ്മാന്റെ കേസിൽ നമുക്ക് എന്തായാലും ഞങ്ങൾക്ക് അത് സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ ലീഡറിന്റെ വണ്ടിക്ക് അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചോദിച്ചതാ അത്. ഷേക്ക് റാംബോ ഞാൻ പറഞ്ഞല്ലോ ഇതാണ് രണ്ടുപേരുടെ നിങ്ങളുടെ രണ്ടിനെ POV. നിങ്ങൾ പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഇതിപ്പോ സിറ്റുവേഷൻ ആയി. ഇത് ഈ രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഞാൻ ഇല്ലായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ സൈഡ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് അറിയുന്നത് പോലും. പിന്നെ ലീഡറിന് എന്തോ പറഞ്ഞു, അതായത് ലീഡർ പഠിപ്പിച്ചു വിട്ടയാണോ ഇതെന്നൊക്കെ, അതെന്തായിരുന്നു? റാംബോ ഞാൻ ഒരു കാര്യം പറയാം റാംബോ, ഞാൻ പഠിപ്പിച്ചു വിട്ടതൊക്കെ ഞാൻ ഇവരെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഇവിടെ നിൽക്കുന്ന പിള്ളേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആ ഡിസിപ്ലിൻ അവർക്കുണ്ട്. അതിന് തെറ്റിച്ച് എന്തെങ്കിലും ചെയ്താൽ അവന്മാർ പുറത്തിരിക്കുക എന്നുള്ള കാര്യം അവന്മാർക്ക് നല്ല രീതിയിലുണ്ട്. ഇപ്പൊ ഒരുത്തൻ നമ്മൾ ഇത്രയും വേഴ്സ് സിറ്റുവേഷൻ ആയിട്ട് പോലും നിങ്ങളുടെ മുന്നിൽ നിന്ന് സോറി പറയണമെങ്കിൽ അത് ഞാൻ പഠിപ്പിച്ചത് തന്നെയാണ്. ഞാൻ പഠിപ്പിച്ചാണെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ഇതുവരെ റാംബോയുടെ അടുത്ത് അനാവശ്യമായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. ടേക്കിനടുത്താണെങ്കിലും ഞാൻ വരുന്ന സമയത്ത് വിളിക്കുന്ന സമയത്ത് ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തോട്ട് ഞാൻ മോശമായിട്ട് സംസാരിച്ചില്ല. ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. സിറ്റുവേഷൻ അനാവശ്യമായിട്ട് പോയെടുക്കാൻ ഇല്ല. അതാ ഞാൻ പറയുന്നത്. അപ്പൊ പിന്നെ ഞാനില്ലാത്ത സിറ്റുവേഷനിൽ റാംബോ ഞാൻ പഠിപ്പിച്ചതാണ്, ലീഡർ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും റാംബോ? റാംബോ എന്തെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ വന്ന് നിന്നേ പറയത്തുള്ളൂ. ഞാൻ ആരെ മുന്നിൽ വിടാറില്ല റാംബോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് സംഭവം റാംബോക്ക് ആ സമയത്ത് ഇത് നിങ്ങളാണെന്നൊന്നും അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം മനസ്സിലായില്ലേ? അറിയത്തില്ല. പിന്നെ ഇപ്പൊ എങ്ങനെ ആ സമയത്ത് പറഞ്ഞല്ല ബ്രോ, ആ സമയത്ത് വണ്ടിക്കകത്തുണ്ടായിരുന്നു. റെസ്റ്റോറന്റ് വരെ പറഞ്ഞു ബ്രോ. ഇത് പേര് വരെ അഡ്രസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ ഒന്നാമത്തെ കാര്യം നമ്മുടെ അടുത്ത് ചോദിക്കാൻ പോലും പറ്റൂല. ഞങ്ങളത് വിട്ടു. ഓക്കെ, നമ്മുടെ സൈഡിൽ നിന്ന് വന്ന എല്ലാരും നിർത്തിക്കോ. ഉസ്മാന്റെ കാര്യം കഴിഞ്ഞു. നമ്മളെന്തായാലും ആ ഒരു കാര്യം കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടോ, ഞാൻ ഒരു കാര്യം മാത്രമേ പറയണോട്ടോ. ഒരു മീറ്റിംഗിന് വേണ്ടിയാ വന്നത്. ഞാൻ കാര്യമായിട്ട് പറയാം, മീറ്റിംഗിനല്ലേ വന്നത്. ഇവിടെ ഈ ഒരു മോക്കിങ്ങും കാര്യത്തിനല്ലായിരുന്നു. നിന്റെ ടീമിലുള്ളവരാ തന്നെ ഇവിടെ കിടന്ന് മറ്റേ പറയട്ടെ ഒരു കാര്യം പറയട്ടെ. നമ്മള് ഫ്രണ്ട്ലി ലീഡർ മാത്രം ഞാൻ വരെ മിണ്ടാതെ മാറി നിങ്ങളുമായിട്ട് ഡയറക്ട്ലി സംസാരിച്ചോണ്ടിരിക്കുകയില്ലേ. അപ്പം മീൻസ് ആ ഒരു ഗ്യാങ്ങിന്റെ ഒരു സാധനം ചെയ്തോണ്ട് മനപ്പുറം നമ്മളെ പിറകെ വന്ന് ഇവിടെ അത് എന്ത് ഉദ്ദേശം വെച്ച് എന്ത് ചെയ്തോണ്ടെന്ന് അറിയാം. അത് നീ നിൽക്കുമ്പോ ചെയ്യുമ്പോ അത് വേറെ മോശമാണ്. രാജുഭായി ഇവിടെ വേറെ ആരും പറഞ്ഞിട്ട് പോ രാജു ബ്രോ. രാജുഭായി ഇവിടെ ആരും ഇടക്കേറി സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതാ മറ്റേ സറണ്ടർ സാധനം. അതാ ഞാൻ പറഞ്ഞത്. ഇതിട്ടൂടെ എനിക്ക് ഇതെന്താണിത്? അവിടെ സ്നൈപ്പ് ഇടാം. മനപ്പുറം എന്തിനാണ് ഇടുന്നത് എനിക്ക് അറിയില്ല. സ്നൈപ്പ് അങ്ങനല്ല പറയണ്ടേ. സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമൊന്നല്ല. ഇത് അൺവാണ്ടഡ് ആയിട്ട് വന്ന സിറ്റുവേഷൻ ആണെന്ന് അഡ്മിറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. സിറ്റുവേഷൻ എടുക്കാനൊന്നും ഒരു താല്പര്യമില്ല. കേട്ടോ, നീ ഇവിടെ കടന്ന് താളം അടിക്കല്ലേ, നീ കടന്ന് ഇവിടെ താളം അടിക്കല്ലേ, താളം അടിച്ചതിന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കും. ആർക്കാ പേടിന്ന് പറയണേ? ചങ്ങല പൊട്ടിക്ക് മിണ്ടാണ്ടിരി ചങ്ങല പൊട്ടിച്ച് വരും. മിണ്ടാണ്ടിരി മാസിറക്കാൻ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ മാസ് ഇറക്കാൻ പറ്റൂ. ഇങ്ങനെയൊക്കെ അറിയത്തുള്ളൂ, വേറൊന്നും അറിയത്തില്ല. സറണ്ടർ അടിച്ചിട്ട് ഹർട്ട് ചെയ്യുന്നുണ്ടാ. അതെന്താ എന്ത് ചെയ്യണിയാ? നല്ല വിഷമുണ്ടാവും അവിടെ. കൊണ്ട് സാഹിബേ മച്ചി അതൊന്ന് കുറക്കണേ. മച്ചി ഇപ്പൊ ഒന്ന് കുറയ്ക്കണേ. മച്ചി മോബി ഒന്ന് കുറയ്ക്കണേ. മച്ചി ഒന്ന് കുറച്ച് കളിയാ, ഒന്ന് കുറച്ച് കൂടുതലാണല്ലേ.
ലാസ്റ്റ് ഒന്നും പറയുന്നില്ല വിചാരിച്ചു കേട്ടോ. കൊണ്ട് വിഷമാവേ കരയും, കുറച്ചേരും കൂടെ കരയും. മാറിയൊക്കെ അളിയ ഞാൻ ഒരു കാര്യം പറയട്ടാടാ, രണ്ടാമത്തെ സിറ്റുവേഷനെ അവൻ വന്ന് മിണ്ടാണ്ടായി അളിയാ, അതങ്ങ് വിഴുങ്ങി മിണ്ടാണ്ടായി അളിയാ, മിണ്ടാണ്ടായി അവൻ ചോദ്യം ചോദിക്കുമ്പോഴേ മിണ്ടാണ്ടിരിക്കുന്നവൻ. ആ അളിയ എന്നിട്ട് അവന്മാര് ഫുള്ള് മറ്റേ ഫസ്റ്റ് സിറ്റുവേഷന്റെ കേസാ പറയുന്നത്. എന്നിട്ട് ആ പറഞ്ഞപ്പോഴേ അവന്റെ വാ അടഞ്ഞിട്ടേ ഉള്ളൂ റാംബോന്റെ. ഇവിടുന്ന് മാറാ ഇവിടുന്ന് മാറ്. എല്ലാരും കൂടെ പോന്നാടാ. എന്തോന്നാ അവന്മാര് ഇരുന്ന് വാങ്ങുന്നുണ്ടോ അണ്ണാ? ഇരുന്ന് വാങ്ങുന്നുണ്ടോ? അടി മിക്കവാറും പേരുന്ന് വാങ്ങിക്കും അവന്മാര്. ഇങ്ങോട്ട് വന്നടാ. അവിടെ നല്ല കോണ വന്നുണ്ടോ? അവന്മാർ ഇരുന്ന് വാങ്ങി. ഇങ്ങോട്ട് വരാൻ പറയടാ, ദീപാവൻ പറയലിയാ. ബാക്കി പയ്യന്മാർക്ക് ഇങ്ങ് വാടാളിയാ പോലി വീട് സംസ്കാരാവത്തേ ഉള്ളൂ. ബാക്ക് വന്നേ അവിടെ പോയി വീട് സംസ്കാരാവത്തേ ഉള്ളൂ. എടാ ഏബലെ ബാക്ക് വന്നടാ ഏബലെ. സിറ്റുവേഷൻ പറയാൻ പോലും അറിഞ്ഞൂടാ വന്നേക്കുന്നു. അതല്ല ഈ കൂടുതൽ ഏറ്റവും മുമ്പിൽ നീയായിരുന്നു, അത് കുറച്ച് ബാക്കിക്കാൻ പറഞ്ഞു. ഞാൻ ഉറക്കണീര് വന്നേ, ഞാൻ മിണ്ടുന്ന പോലും ഇല്ല. ഞാനൊന്ന് വന്നപ്പോൾ എനിക്ക് മീശയൊക്കെ വളച്ചു. അവിടെ പോയി നിക്കാം, പക്ഷെ സംസാരിക്കില്ലേ മിണ്ടല്ലോ. കൂട്ടിയന്മാരൊക്കെ ഒന്ന് കുറക്കണേ, കൂട്ടിയന്മാരൊക്കെ നമുക്ക് പഠിക്കാനായിരുന്നു ഇപ്പൊ അടിക്കായിരുന്നു, നമുക്ക് പഠിക്കാനാണെങ്കിൽ അടിക്കാനായിരുന്നു, നമുക്ക് പഠിക്കാനായിരുന്നു ഇപ്പൊ അടിക്കായിരുന്നു. അത്രേ പറയുള്ളൂ. രാജുഭായ് വണ്ടി കയറി, രാജുഭായ് വണ്ടി കയറി. എന്ത് എടാ അതൊക്കെ അവര് ചിന്തിച്ച് കൂട്ടുന്നതാടാ, ചിന്തിക്കുന്നേ. ഓ പറയുന്നൊക്കെ ചിന്തിച്ച് വേറെ രീതി എടുക്കുന്നയാ. മാസം എന്തിനാണ് ഇവന്മാര് മുട്ടൻ മാസം ഇവന്മാരുടെ. ഞാൻ അവിടെ മെൻഷൻ ആക്കിയിട്ട് പോലും ഇല്ലല്ലേ. എടാ നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ പറഞ്ഞു. നമ്മളൊക്കെ സിറ്റുവേഷൻ കണ്ടു, ഇവന്മാര് പറയണത് നമ്മളാണല്ലോ മുഴുട്ടിയിരിക്കുന്നത്. ഞാൻ ഈ സിറ്റുവേഷൻ സോൾവ് ആക്കാൻ റെഡി ആയിരുന്നു. ഞാൻ പറഞ്ഞ അമ്പത്തൂരിനെ കൊണ്ട് ഞാൻ അമ്പത്തൂരിനോട് സോറി പറയാൻ പോലും പറഞ്ഞില്ല. അവൻ സ്വന്തമായിട്ട് സോറി പറഞ്ഞതാ. അവൻ സോറി പറഞ്ഞ അതാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവന്മാർക്ക് അടിക്കണോന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ? ഇത് മാസായിരുന്നു സത്യം. അതല്ല ഇവിടെ കൂട്ടിപ്പറക്കിയിട്ട് അല്ലാത്ത നമ്മുടെ മര്യാദ മനസ്സിലായോ? അവൻ പറഞ്ഞു അവർക്ക് പേടിയാണ്.